ഫ്രണ്ട്സ് വെൽക്കം ബാക്ക്. ഞങ്ങൾ ഇതുവരെ ട്രെയിനിങ് വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല. അപ്പൊ ഇന്ന് ഞങ്ങളെ മോർണിംഗ് സെഷൻ ആണ് ഇടാൻ പോകുന്നത്. അസിന് ഇതുവരെ എത്തിയിട്ടില്ല, അവള് ലേറ്റ് ആണ്. അവൾക്കുള്ള പണിഷ്മെന്റ് വേറെ കൊടുക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പൊ നമ്മൾ എന്നത്തെയും പോലെ തന്നെ വാംപ് ചെയ്തുകൊണ്ട് ട്രെയിനിങ് തുടങ്ങി. ഇപ്പൊ സമയം രാവിലെ 5 മണിയായി. എല്ലാരും ഓരോരോ രീതിയിലാണ് വാംപ് ചെയ്യുന്നത്. പിന്നെ കോർഡിനേഷന്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ, ഞങ്ങൾ സൂപ്പർ ആ കാര്യത്തില്. വാംപ് ചെയ്യുമ്പോൾ ഞങ്ങൾ സ്വതവേ ചെയ്യാറ് അത് റൊട്ടേഷൻസ്, ഡൈനാമിക് സ്ട്രെച്ചിങ്, പിന്നെ ഹാർട്ട് റേറ്റ് കൂടാനുള്ള കുറച്ച് എക്സസൈസ് ഒക്കെ ചെയ്തിട്ട് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യും. അത് നമ്മളെ ലേറ്റ് ക്യൂവിന് എത്തിയിട്ടുണ്ട്. ഇപ്പൊ സമയം ഏകദേശം 5:10 അസിന്റെ നിപ്പും നടത്തവും കണ്ടാൽ അറിയാൻ നല്ല ഉറക്കപ്പിച്ചിലുള്ളതെന്ന്. എക്സാമും കാര്യങ്ങളെല്ലാം ആയതുകൊണ്ടാണ് ഉറങ്ങിപ്പോയെ. അസിൻ എത്തുമ്പോഴത്തേക്ക് ഞങ്ങൾ വാമപ്പൊക്കെ പകുതി അതിന് ചെയ്തിട്ട് പിന്നെ അവളും കൂടെ വന്ന് അവള് സ്ട്രെച്ചിങ്ങും ഒക്കെ ചെയ്ത് തുടങ്ങി. ഞങ്ങൾ അപ്പോഴത്തേക്ക് ഹാർട്ട് റേറ്റ് ഒക്കെ എത്തിയിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ കാണുന്നത് എല്ലാരും കൂടെ കൂട്ടായിട്ട് നമ്മൾ അസിനെ ട്രോളുന്നതാണ്. കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ ഇൻട്രോവേർട്ട് ആയിട്ടുള്ള അസിനെ എക്സ്ട്രോവേർട്ട് ആക്കാനുള്ള പരിശ്രമത്തിലാണ് ഞങ്ങളിപ്പോ. അത് കഴിഞ്ഞ് ഞങ്ങൾ റണ്ണിങ് ഒക്കെ ചെയ്ത് പിന്നെ ഒന്ന് പുഷപ്പ് ഒക്കെ അടിച്ച് ട്രെയിനിങ് ചെയ്യാൻ വേണ്ടി നല്ലോണം സെറ്റായി. പിന്നെ സെൻസ് ഞങ്ങളോട് ഗാർഡ് ഇടാൻ വേണ്ടി പറഞ്ഞു. ഞാനും അസിനും ഗാർഡ് ഇട്ട് കുഞ്ഞു സ്വാധീച്ചിയും കൂടെ ഗീ ഇട്ട്. കോമ്പറ്റീഷൻ ഒക്കെ ഇറങ്ങുമ്പോൾ 2 കളർ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, ഒന്ന് റെഡും ഒന്ന് ബ്ലൂവും. ഇനിയിപ്പോ കുമിറ്റേന്റെ കാര്യം വരുമ്പോ ഷിൻഗാർഡും ഗ്ലൗസും ബെൽറ്റും ഒക്കെ ബ്ലൂവോ അല്ലെങ്കിൽ റെഡോ ആയിരിക്കും. ഇനിയിപ്പോ കത്തയാണെങ്കിലോ ബെൽറ്റ് ബ്ലൂവോ അല്ലെങ്കിൽ റെഡോ ആയിരിക്കും. ഞങ്ങൾ മുമ്പ് കത്തേന്റെ വീഡിയോസ് ഒക്കെ ഇടുമ്പോൾ കുറെ പേര് ചോദിച്ചിട്ടുണ്ട്, നിങ്ങളിപ്പോ റെഡ് ബെൽറ്റ് ആയോ, റെഡ് ബെൽറ്റ് ആണോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. ശരിക്കും ഞങ്ങൾ കോമ്പറ്റീഷൻ പർപ്പസിനാണ് ഈ റെഡ് ബെൽറ്റ് ഒക്കെ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് മേലെ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യാം. സ്വാതിച്ചും കുഞ്ഞും കൂടെ കത്തയാണ് ചെയ്യുന്നത്. അവർക്ക് ഇന്ന് കത്ത ട്രെയിനിങ് ആണ്. ഇനി ഞാനും ആസിനും കുറച്ച് പഞ്ചും കാര്യങ്ങളൊക്കെ ചെയ്ത് പിന്നെ ന്യൂഡിൽ വെച്ച് ബ്ലോക്ക് ഒക്കെ ചെയ്ത് നോക്കി. ഈ മാസം 16-ാം തീയതി മുതൽ അസിന് നാഷണൽ കോമ്പറ്റീഷൻ വരുന്നുണ്ട്. അപ്പൊ അതിന്റെ പ്രിപ്പറേഷനിലാണ് അവളിപ്പോ. പിന്നെ എനിക്ക് സ്വാധീനിക്കുകയാണെങ്കിൽ ജില്ലാ കോമ്പറ്റീഷൻ വരുന്നുണ്ട് സീനിയറിന്റെ മാത്രമല്ല ഇനി നടക്കാനുള്ളത് കാഡറ്റ് ബോയ്സിന്റെ എല്ലാം കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പൊ മൊത്തത്തിലെ ക്ലാസ് മൊത്തം കോമ്പറ്റീഷൻ മൂഡിലാണ് ഉള്ളത്. ഇനിയിപ്പോ സ്വാദേശി കുഞ്ഞും കൂടെ കത്തൊക്കെ ചെയ്തു തുടങ്ങി. അവർ ഫുൾ കട്ട് ചെയ്യാൻ തുടങ്ങി. ഞാനും അസിനും കൂടെ റെസിഡന്റ് ബാൻഡൊക്കെ വെച്ച് പഞ്ചൊക്കെ ചെയ്ത് സെറ്റായി. ഇപ്പൊ സമയം ഏകദേശം 5:30 ആയിട്ടുണ്ടാവും. 6 മണിക്ക് ഞങ്ങൾക്ക് വേറെ സെഷൻ ഉണ്ട്, അത് കുമിത്തെ ക്ലാസ് ആണ്. ഇതാണ് ഞങ്ങളുടെ ഡോലു, ശരിക്കുള്ള പേര് അർപ്പിത് എന്നാണ്. 6 മണിയുടെ ക്ലാസ് പറഞ്ഞാല് 5:30 എത്തുന്ന പുള്ളിയാണ്. നിങ്ങളുടെ കൂട്ടത്തിലുണ്ടാവും ഇതേപോലെ പഞ്ച്വാലിറ്റി ലേശം കൂടുതലുള്ള ഒരാള്. ആളൊന്ന് സ്മരിച്ചേക്ക്. ഇനിയിപ്പോ ഞങ്ങൾ അന്വേഷിക്കുന്നത് ബോലുവിനെ ആയിരിക്കും. ദാ വരുന്ന നമ്മുടെ ബോലു, ശരിക്കുള്ള പേര് ആരുഷ് എന്നാണ്. ആരാദ്യം ക്ലാസ്സിലെത്തും എന്നുള്ള ഒരു മത്സരമാണ് ഇവർ തമ്മിൽ നടക്കുന്നത്. ഇന്നെന്തായാലും ആദ്യം എത്തിയത് അർപ്പിത് തന്നെയാണ്. 6 മണീന്റെ സെഷനുള്ള കുട്ടികളെല്ലാവരും എത്തി. അവർ വാംപൊക്കെ സ്റ്റാർട്ട് ചെയ്ത് ട്രെയിനിങ് തുടങ്ങാൻ വേണ്ടി പോവാണ്. ഇവിടെ ഇപ്പൊ സ്വാതിച്ചിയും കുഞ്ഞും കൂടെ ഫുൾ കത്തയൊക്കെ ചെയ്ത് ചെറിയൊരു ബ്രേക്കൊക്കെ എടുക്കുകയാണ്. വെള്ളമൊക്കെ കുടിച്ച് സെറ്റ് ആയതാ. കുഞ്ഞിന്റെ സ്മൈൽ നമുക്ക് എന്ത് രസമാണ് കാണാൻ. ഇനിയിപ്പോ 6 മണീന്റെ സെഷനൊക്കെ തുടങ്ങി. എല്ലാരും അറഞ്ചം പുറഞ്ഞ ഫൈറ്റ് ആണ്. ഇന്ന് ആവശ്യം കുറച്ച് കൂടുതലാ, കാരണം സെൻസയും കൂടെ അങ്ങ് കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കണ്ടിരിക്കാൻ നല്ല രസമായിരുന്നു. പിള്ളേർക്കൊക്കെ സെൻസിനോട് ഫൈറ്റ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് എനർജി കുറച്ച് അല്പമല്ല നല്ലോണം കൂടുതൽ തന്നെയായിരുന്നു. അതിന്റെ സൈഡിൽ കൂടെ നമ്മുടെ കത്താ പ്രാക്ടീസും പുരോഗമിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ അസിനും സെൻസയും കൂടെ ഒരു മത്സരം വെച്ചിരിക്കുകയാണ്, ആരാദ്യം പഞ്ച് ചെയ്യുന്നു. സെൻസൈന്റെ അടുത്ത് ഒരു പഞ്ച് കിട്ടിയതിന്റെ ഒരു ക്ഷീണത്തിലാണ് അസിൻ ഇപ്പൊ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത്. ഈ ഇരുത്തം കണ്ടാൽ അറിയാലോ ആരാദ്യം സ്കോർ ചെയ്തിട്ടുണ്ടാവാന്ന്. നമ്മുടെ പിള്ളേരെല്ലാരും കൂടെ ട്രെയിനിങ് ചെയ്ത് ആവേശത്തിന്റെ പീക്കിലാണ് നിൽക്കുന്നത്. അതിന്റെ ഇടയിൽ കൂടെ സ്വാദേശി ആവേശം കുറച്ച് കൂട്ടാൻ നോക്കുന്നുണ്ട്. പിന്നെ അവർ കുറച്ച് കൂടെ ടെക്നിക്കൊക്കെ ചെയ്ത് നോക്കി അവരുടെ ട്രെയിനിങ് അങ്ങനെ കഴിഞ്ഞു. എന്നിട്ട് അവർ കൂൾ ഡൗൺ ഒക്കെ ചെയ്യാണ്, നല്ലോണം സ്ട്രെച്ചിങ് ഒക്കെ ചെയ്യാണ്. പിന്നെ ഞങ്ങൾക്ക് കോർ വർക്കൗട്ടാണ്. എനിക്കിപ്പോൾ എന്തായാലും കോർ വർക്കൗട്ട് ഇല്ല, ഞാൻ റിക്കവറിയിലാണ്. എന്നിട്ട് ഇവരെ 3 പേരെയും കൊണ്ട് ഞാൻ നല്ലോണം കോർ വർക്കൗട്ടൊക്കെ ചെയ്യിപ്പിച്ച് ഇന്ന് ലോവർ ആപ്സ് ആണ്. അതുകൊണ്ട് ലെഗ് റേസും ഫ്ലട്ടർ കിക്കും അതൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ മെല്ലെ സ്റ്റോപ്പ് ചെയ്തു. അപ്പം നമ്മളിതാ ട്രെയിനിങ്ങിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്, കൂൾ ഡൗണിലേക്ക് കടക്കുകയാണ്. ഞങ്ങൾ ഹിപ്പിന്റെയും ലെഗിന്റെയും ഒക്കെ നല്ലോണം സ്ട്രെച്ചിങ് ചെയ്ത് നിർബന്ധമായിട്ടും ചെയ്യേണ്ട ഒരു കാര്യമാണ് കൂൾ ഡൗൺ എന്ന് പറഞ്ഞാല്. അപ്പൊ ഞങ്ങൾ കൂൾ ഡൗൺ ഒക്കെ ചെയ്ത് ഇന്നത്തെ സെഷൻ ഇവിടെ അവസാനിച്ചു. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തിരിക്കുന്ന ബെൽ ബട്ടൺ ചവിട്ടി പൊട്ടിക്കുക. ബൈ.